الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله وقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ശരിയായ നിലക്ക് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന രണ്ട് വലിയ അത്ഭുതങ്ങളാണ്. ഒന്ന് ഇസ്രാ, രണ്ടാമത്തേത് മിഅ്റാജ്. ഇസ്രായിനെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ചത്. ഇസ്രായിനേക്കാൾ വലിയ അത്ഭുതമാണ് മിഅ്റാജ്. കാരണം ഇസ്രാ ഈ ലോകത്ത് വെച്ചുള്ള യാത്രയാണെങ്കിൽ മിഅ്റാജ് ആകാശത്തേക്കുള്ള യാത്രയാണ്. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഏഴാം ആകാശം വരെ നടത്തിയ യാത്രക്കാണ് നമ്മൾ മിഅ്റാജ് എന്ന് പറയാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ മിഅ്റാജിനെ സംബന്ധിച്ച് ചില സൂചനകൾ നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിൽ അന്ന് വരെ ഉണ്ടായിരുന്ന പ്രവാചകന്മാർക്കൊക്കെ ഇമാമത്ത് ആയി നമസ്കരിച്ചതിന് ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് പാനീയങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് പാലും രണ്ടാമത്തത് മദ്യവുമാണ്. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിക്കുക, അന്ന് മദ്യം നിരോധിക്കപ്പെട്ടിരുന്ന സമയമായിരുന്നില്ല. ഹിജറ 4 മദ്യം നിരോധിക്കപ്പെടുന്നത്. ഈ സംഭവം ഹിജറക്ക് മുമ്പാണ്. പ്രവാചകൻ ഏത് തെരഞ്ഞെടുക്കുമെന്നതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാല് തെരഞ്ഞെടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇഖ്തർത അൽ ഫിത്ര, പ്രവാചകരെ താങ്കൾ തെരഞ്ഞെടുത്തത് ശുദ്ധ പ്രകൃതിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും ഇന്ന് നമ്മൾ ഡ്രഗ്സിനെ പറ്റി കേൾക്കാറുണ്ട്. ജിബ്രീൽ പറയാൻ, പ്രവാചകരെ അങ്ങ് മദ്യമാണ് തെരഞ്ഞെടുത്തതെങ്കിൽ താങ്കളുടെ ഉമ്മത്ത് തന്നെ വഴിതെറ്റി പോകുമായിരുന്നു. പ്രവാചകൻ തെരഞ്ഞെടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധ പ്രകൃതിയാണ്. അതല്ലാതെ വിട്ടുപോകുന്നവർ, മദ്യമെടുക്കുന്നവർ, സ്വീകരിക്കുന്നവർ, ഇന്നും നമ്മൾ ഡ്രഗ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ദൂഷ്യഫലം എത്ര വലുതാണ്. കേവലം വ്യക്തിപരമല്ല, അവന്റെ കുടുംബജീവിതം തകരുന്നു, സാമൂഹികമായ അവന്റെ സ്റ്റാറ്റസ് തകരുന്നു, എന്നതിനേക്കാളൊക്കെ അപ്പുറം അവന്റെ ആരോഗ്യം തന്നെ നശിച്ചുകൊണ്ട് എത്ര സെലിബ്രിറ്റികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ സമ്പത്തും ഉണ്ട്, പക്ഷേ ഡ്രഗ്സിന് അഡിക്റ്റാണ്, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും. ആളുകൾ സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഡ്രഗ്സിലേക്ക് പോകുന്നത്. വിശുദ്ധ ഇസ്ലാമിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതം നൽകുന്ന ഒരു സമാധാനവും വേറെ ഒന്നിനും പ്രദാനം ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഫിത്രയാണ്, അത് ശുദ്ധ പ്രകൃതിയാണ്. ഇഖ്തർതൽ ഫിത്ര, താങ്കൾ തിരഞ്ഞെടുത്തത് ശുദ്ധ പ്രകൃതിയാണ്. അവിടുന്ന് അങ്ങോട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് യാത്ര പോവാണ്. പക്ഷെ അവിടെ ബുറാഖ് ഉപയോഗിക്കുന്നില്ല എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബുറാഖ് ഉപയോഗിച്ചത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് വേണ്ടി മാത്രമാണ്. അവിടെ ബുറാഖിനെ കെട്ടിയിട്ടു. അവിടുന്നാണ് പിന്നെ ആകാശത്തേക്ക് പോകുന്നത്. ജിബ്രീലിന്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് പോവാണ്. ഈ രണ്ട് യാത്രയും നടക്കുന്നത് രാത്രിയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പല പാഠങ്ങളും ഇത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിലൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അലൈക്കും ബിദ്ദുൽജ, നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്യൂ. കാരണം രാത്രിയിലുള്ള നിങ്ങളുടെ യാത്രയുടെ ദൈർഘ്യം ചുരുക്കപ്പെടുന്നുണ്ട്
എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറയാൻ നമുക്ക് ഇന്നും അറിയാം, നമ്മൾ ഇന്ന് ലോങ് ജേർണി നടത്തുമ്പോൾ പലപ്പോഴും ഓപ്റ്റ് ചെയ്യാറുള്ളത് രാത്രിയിലുള്ള സഞ്ചാരം, മറ്റൊരു അല്ലലുകളില്ലാതെ. അത് നിങ്ങളുടെ യാത്രയെ സുഖകരമാക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ജിബ്രീലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കയറി പോവാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 7 ആകാശത്തിന് വാതിലുകളുണ്ട്. ആ 7 വാതിലുകൾക്കും അപ്പുറം ഒരു മലക്ക് കാവൽ നിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിലിലേക്ക് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അനുമതി ചോദിക്കുകയാണ് കാവൽക്കാരനോട് പ്രവേശിക്കാനുള്ള. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫത്ഹുൽ ബാരിയിൽ പറയാണ്, ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ത്? നമ്മൾ എവിടെ കയറി ചെല്ലുമ്പോഴും അനുമതി ചോദിക്കണമെന്നത്. കാരണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ നേതാവാണ്, കൂടെയുള്ളത് മനുഷ്യരുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ സ്റ്റാറ്റസ് ഉള്ള ആളായാലും ശരി, ഒരിടത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അനുമതി ചോദിക്കാതെ കടന്നു ചെല്ലും. ഇന്ന് പലപ്പോഴും ചില ഗസ്റ്റുകളെ നമ്മൾ കാണാറുണ്ട്, വീട്ടിലേക്ക് കയറി വന്നാൽ അടുക്കള വരെ കയറി പോവാൻ. ആലോചിച്ചു, ആരുടെയും അനുമതി ഇല്ലാതെ ഒരു ബെഡ്റൂമിലേക്ക് കയറുക, ഒരു അടുക്കളയിലേക്ക് കയറുക, വീട്ടിൽ തന്നെ കയറാൻ പാടില്ല അനുമതി ഇല്ലാതെ എന്ന് പറയുമ്പോൾ നമ്മൾ അതൊക്കെ സൂക്ഷിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യാത്ര ചില മര്യാദകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. മലക്ക് തിരിച്ചു ചോദിച്ചു, മൻ അൻത്, താങ്കൾ ആരാണ്? ഡോറിന് അപ്പുറത്തുള്ള ആളോടാണ് ഈ ചോദിക്കുന്നത്. ജിബ്രീൽ പറഞ്ഞു, അന ജിബ്രീൽ വമൻ മഅക്, താങ്കളുടെ കൂടെ ആരാ ഉള്ളത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ആരാണ് എന്ന് അവർ ചോദിച്ചാൽ നമ്മൾ മറുപടിയും പറയണം. പലപ്പോഴും നമ്മൾ ചില ഫോൺ കോളിലൊക്കെ കാണും, ആരാന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സേവ്ഡ് ആയ നമ്പർ ആയിരിക്കും, ഞാനാണെന്ന് പറയും. ഒരുപക്ഷെ ഒരുപാട് സമയം കളയും, അപ്പോഴും വ്യക്തി ആരാന്ന് പറഞ്ഞു കൊടുക്കൂല. നമ്മൾ അങ്ങനെ ആളുകളുടെ സമയം അപഹരിക്കരുത്. ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ആളുടെ സമയം മെനക്കെടുത്താൻ നമ്മൾ പാടില്ല. ജിബ്രീലാണെന്ന് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കാ മലക്ക് ചോദിക്കുകയാണ്, വഖദ് ഉർസില ഇലൈഹി, പ്രവാചകനെ കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും ഇവിടുന്ന് പോയിട്ടുണ്ടോ? പ്രവാചകനെ കൊണ്ടുവരാൻ ആളെ അയച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ ഒന്നാമത്തെ ആകാശത്തിന്റെ കാവൽക്കാരനാണ്. പക്ഷെ അപ്പോഴും ജിബ്രീൽ പോയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ച് കൂട്ടിക്കൊണ്ടാവൻ ഒരു കഥയോ അദ്ദേഹത്തിന് അറിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചു, ആകാശ ലോകത്തെ മലായിക്കത്തിന് പോലും ഗൈബ് അറിയില്ല എന്ന് നമ്മൾ പഠിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ പല ആളുകളെ കുറിച്ച് കേൾക്കുകയാണ്, മഹാന്മാർ, വലിയകൾ, മരിച്ചുപോയ മനുഷ്യർ, അവർ ലോകത്തെല്ലാ കാര്യം അറിയുന്നു എന്നല്ല, എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നില്ലേ? അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഇസ്ലാം പഠിക്കാൻ വേണ്ടി പറയുന്നത് അല്ല, മലക്കിന് പോലും അറിയില്ല ഈ സംഭവം എങ്കിൽ സാധാരണക്കാരായ അടിമകളായി ജീവിച്ചു മരിച്ചുപോയ ഏത് മഹാനായിക്കോട്ടെ ആർക്കും ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയില്ല എന്ന് നമ്മൾ പഠിക്കണം. അവ അതിൽ തുറക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും പ്രവാചകനും ഒന്നാമത്തെ ആകാശത്തേക്ക് കയറി. മലക്ക് അവരെ അഭിവാദ്യം ചെയ്യാൻ, നിഅമൽ മജീഉ ജാ, എത്ര നല്ല ആൾക്കാരാണ് വന്നത്, വളരെ സന്തോഷത്തോടെയാണ് വെൽക്കം ചെയ്തത്. ഫഇദാ അന ബി ആദം, ഒന്നാമത്തെ ആകാശത്ത് ഞാൻ കണ്ടത് ആദം നബിയാണ്. ജിബ്രീൽ പറഞ്ഞു കൊടുക്കണം, ഹാദാ അബൂക ആദം, പ്രവാചകരെ ഇത് താങ്കളുടെ വാപ്പയായ ആദമാണ്. ഫസല്ലിം അലൈഹി, താങ്കൾ ആദം നബിക്ക് സലാം പറയാം. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ അദബ് ഇങ്ങനെ പഠിപ്പിച്ചു തരാം. എന്താ ഇസ്രാ മിഅ്റാജ്? അദബ് പറഞ്ഞു തരാണ്, മാനേഴ്സ് പറഞ്ഞു തരാണ്, ആളുകളോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അതിന്റെ ഒരു മാനേഴ്സ് എന്താണെന്നാ പറഞ്ഞിരുന്നത്. എത്ര വലിയ മനുഷ്യനാണെങ്കിലും ആരാണോ സദസ്സിലേക്ക് കടന്നു ചെല്ലുന്നത് അവരാണ് സലാം പറയേണ്ടത്. ആരായി കടന്നു ചെല്ലുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ശരി, എന്നാലും കടന്നു ചെല്ലുന്നത് ആരാണോ അവരാണ് സലാം പറയേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു, ആദം നബി സലാം മടക്കി. ആദം നബി പ്രവാചകനെ വെൽക്കം ചെയ്യുന്നത് കാണും. മർഹബൻ ബിന്നബിയ്യി സ്വാലിഹ് വബ്നി സ്വാലിഹ്, എന്റെ മകനായ പ്രവാചകനെ എന്ന് പറഞ്ഞിട്ടാണ് മർഹബൻ. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നമ്മൾ ആലോചിച്ചു, ഹദീസിന്റെ പണ്ഡിതന്മാർ വെറുതെ ഹദീസ് എന്ന് പറഞ്ഞു പോകല്ല. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ബുഖാരിക്ക് ശർഹ് എഴുതിയ വലിയ പ്രശസ്തനായ പണ്ഡിതനാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്നും സൈക്കോളജി പഠിക്കുന്ന ആളുകൾ പറഞ്ഞു തരാൻ കഴിയാത്തത് അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, ആളുകളെ കടന്നു വരുമ്പോൾ നന്നായി അവരെ വെൽക്കം ചെയ്യണമെന്നത്. ഇന്ന് നമ്മൾ അറബികൾക്ക് ആ സംസ്കാരം നമ്മൾ കാണുന്നുണ്ട്. ഹലാ യഹ്ലു മർഹബൻ അഹ്ലൻ വസഹ്ലൻ ബിക്, അല്ലാഹു യതീകൽ ആഫിയ, അല്ലാഹു യതീക സിഹ. ഗ്രീറ്റിംഗ്സ് മാത്രമല്ല, ഒരുപാട് ദുആ ചെയ്യാണ് അവർ. ഈ കൾച്ചർ നമ്മൾ പഠിക്കണം. എവിടുന്ന് അവർക്ക് ആ കൾച്ചർ കിട്ടി? വിശുദ്ധ ഇസ്ലാം എന്ന് കിട്ടിയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളെ പോലെ നമ്മൾ മുഖം കറുപ്പിച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. ഗ്രീറ്റിംഗ്സ് അല്ല, അതിന്റെ അപ്പുറത്തേക്ക് ദുആ ചെയ്യാൻ പോലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആര് വന്നാലും, ഇനി ഇഷ്ടപ്പെട്ട ആളായിക്കോട്ടെ, വരരുത് എന്ന് കരുതിയ മനുഷ്യനായിക്കോട്ടെ, വരുമ്പോൾ നമ്മൾ അവരെ വല്ലാതെ വെൽക്കം ചെയ്യണം. ഇന്ന് കല്യാണ വീടുകളിൽ വെൽക്കമിന്റെ ഏരിയ ഉണ്ട്, വല്ലാതെ കോട്ടും സൂട്ടൊക്കെ ഇട്ട ആളുകൾ വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കല്യാണ വീട്ടിൽ മാത്രം ഒതുങ്ങിപ്പോവാണ്. ഏത് വീടുകളിലേക്ക് ചെല്ലുമ്പോഴും കയറുമ്പോഴും നമ്മൾ ആളുകളെ നന്നായി ട്രീറ്റ് ചെയ്യണം. ഇത് ഒന്നാം ആകാശത്ത് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്.
വൈദാ അന ബി ആദം, ആദം നബിയെ കണ്ടു. പണ്ഡിതന്മാരെ പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശത്തും കണ്ട നബിമാരെ എന്തുകൊണ്ട് ആ സ്ഥലത്ത് കണ്ടു? അതിന് ചില ഹിക്മത്തുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലവിലുള്ള ജീവിതവും വരാനുള്ള ജീവിതവുമായി അതിന് ചില ബന്ധമുണ്ട്. എന്താ ആദം നബിയെ കണ്ടതിലുള്ള ബന്ധം? ആദം നബി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നുണ്ട്. എന്നാൽ ആദം നബി അതേ സ്വർഗത്തിലേക്ക് തിരിച്ചു വരും എന്നതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മക്കയിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1-ാം ആകാശത്തിൽ ചില കാഴ്ചകൾ കാണുന്നുണ്ട്. അതിൽ കൂടുതൽ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ്. ഒരു മനുഷ്യൻ ഒരു തീകോളം ഭക്ഷിക്കുന്നുണ്ട് സ്വന്തമായി. ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, പലിശ തിന്നുന്നവനാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരു തൊട്ട് പലിശയാണ് കഴിക്കുന്നതെങ്കിൽ ഓർക്കുക, നമ്മൾ കഴിക്കുന്നത് ഒരു തീകോളമാണ്. അന്നാ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലിശ അത്ര നിസാരമൊന്നുമല്ല. കഴിഞ്ഞ ഖുതുബയിലും ഇതേ വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ ഈ പലിശ ഒഴിവാകുന്നില്ല, അതുമായി ബന്ധപ്പെട്ട ശിക്ഷ ഒഴിവാകുന്നില്ല. അതുകൊണ്ട് നിസാരവൽക്കരിക്കാനേ നമുക്ക് കഴിയില്ല. ഒരു തുട്ട്, ഒരു ഫിൽസ്, ബാങ്കിലേക്ക് സേവിങ് അക്കൗണ്ട് ഉള്ള പല ആളുകളുണ്ടാവും, പലിശ വരുന്നുണ്ടാവും. നമ്മൾ കൃത്യമായി ഒന്ന് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ആ പലിശ നമ്മൾ ഒഴിവാക്കണം. പലിശ ഒഴിവാക്കാനുള്ള ഒരുപാട് സംരംഭങ്ങൾ പലയിടങ്ങളിലും ഉണ്ട്. ലാരിബ എന്ന് പറഞ്ഞിട്ട് ഈ അടുത്തൊരു സംരംഭം നമ്മുടെ കോളേജുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെടുകയാണ്. ലാരിബ, പലിശ വന്നുപോയവർ ആ സംരംഭത്തിലേക്ക് കൊടുത്താൽ പലിശ ഒഴിവാക്കി കിട്ടും. നമ്മൾ ഒഴിവാക്കിയിട്ട് പോകണം. എപ്പോഴാണ് നമ്മൾ മരിച്ചു പോകാൻ നമുക്ക് അറിയില്ലല്ലോ. രണ്ടാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന ഒരു പെണ്ണിന്റെ മാറ് തൂക്കിയിടപ്പെട്ടിരിക്കുന്നു. ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, ഹലാലായ ഭർത്താവ് ഉണ്ടായിരിക്കെ ഹറാമായ ഒരു പുരുഷന്റെ അടുത്തേക്ക് പോയവർ. ഇന്ന് നമ്മൾ കോളേജുകളിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ, നമ്മുടെ ഓഫീസുകളാവട്ടെ, ഹോസ്പിറ്റലാവട്ടെ, ആണും പെണ്ണും മിങ്കിൾ ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ്. ഒരു പ്രശ്നമല്ല. എന്റെ ഫ്രണ്ട് ആണല്ലോ, കോവർക്കർ ആണല്ലോ, മിങ്കിളിങ് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് എവിടെയാണ് എത്തിച്ചേരുക എന്ന് പറയാൻ കഴിയില്ല. കുടുംബജീവിതം പോലും നഷ്ടപ്പെട്ടു പോകും. ഹലാലായ ഭാര്യ ഉണ്ടായിരിക്കെ ഹറാമായ പുരുഷന്റെ അടുത്തേക്ക് പോയവർ തിരിച്ചു അങ്ങനെ തന്നെയാണ്. അവിടെ ആ ശിക്ഷ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം. മറ്റൊന്ന് കാണുന്നത്, ചെമ്പിന്റെ നഖത്താൽ ഒരു നഖമുള്ള കുറെ ആളുകൾ സ്വന്തം ശരീരം മാന്തി പുളിക്കണം. നമ്മൾ എപ്പോഴും ചെറിയ മദ്രസയിൽ പഠിച്ച സംഭവമാണ്. എന്താണ്? ഗൈബത്ത് പറഞ്ഞ ആളുകളാണ്. അവർ സ്വന്തത്തെ മാന്തി പൊടിക്കുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും ഗൈബത്ത് പറയുക, മനുഷ്യരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ മാന്താണ്. എന്താ കാര്യം? നാളെ ആഖിറത്തിൽ പോയാൽ ഈ മനുഷ്യരുടെ ഒരുപാട് തിന്മകൾ നമ്മൾ ഏറ്റെടുക്കുകയും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത എല്ലാ നന്മയും അവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വരും. നമ്മുടെ ഇറച്ചി മാന്തിയിട്ട് അവർക്ക് കൊടുക്കുന്ന പോലെ നമ്മൾ പഠിക്കണം. ആളുകൾ ഗീബത്ത് പറയാൻ ഒരു മടിയില്ല. അത് പബ്ലിക്ക് പറഞ്ഞാൽ അല്ലേ, നമ്മൾ ആലോചിച്ച് ഒരുപാട് ആളുകൾ കേൾക്കുന്ന സദസ്സിൽ പറഞ്ഞാൽ ഒക്കെ അപകടമാണ്. ഒറ്റക്ക് പറഞ്ഞാൽ ഓരോരൊക്കെ കണ്ടു പൊരുത്തപ്പെടേണ്ടി വരും എന്നത് അധ്വാനാണല്ലോ. അവിടെ ആരെയും പറയണ്ട. നാളെ ആഖിറം അള്ളാഹു നമ്മളും തമ്മിലുള്ള ഡീലിങ്സ് മാത്രം മതി. ഒരു മനുഷ്യനുമായുള്ള ഡീലിങ്സ് ഉണ്ടെങ്കിൽ അയാൾ പുറത്തേരൂല നാളെ പോയി കഴിഞ്ഞാൽ. അതാണ് നാളത്തെ അവസ്ഥ. അത് നമ്മൾ കാണുകയാണ്. 1-ാം ആകാശം കഴിഞ്ഞ് 2-ാമത്തെ ആകാശത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഫഇദാ അന ബിഇബ്നൈ അൽ ഖാല, എളാമ മൂത്തന്മാരുടെ 2 മക്കളെ കണ്ടു. തങ്ങളുടെ 2 പ്രവാചകന്മാരുണ്ട്. ഒന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും 2 യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം. 2 എളാമ മൂത്തമ്മ കസിൻസ് ആണ്. എന്തുകൊണ്ട് അവരവിടെ കണ്ടു എന്ന് പറയുന്നുണ്ട്. യഹൂദർ യഹ്യ നബിയെ കൊന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈസാ നബിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ പ്രവാചകര് താങ്കൾ മദീനയിലേക്ക് വരും, യഹൂദരുണ്ട്, പ്രവാചകരെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് യഹൂദർ. അത് താങ്കൾക്ക് നേരിടേണ്ടി വരും എന്നതിലേക്കുള്ള സൂചനയാണ്. 3-ാമത്തെ ആകാശത്തേക്ക്, ഓരോ ആകാശത്തേക്ക് പോകുമ്പോഴും ഈ പറഞ്ഞതുപോലെ അനുമതി ചോദിക്കുന്നുണ്ട്. അല്ലാതെ വീട്ടിലേക്ക് കയറിയ റൂമിലേക്ക് കയറാൻ അനുമതി ചോദിക്കാത്ത പോലെയല്ല. എല്ലാ ആകാശത്തേക്ക് കയറുമ്പോഴും അനുമതി ചോദിക്കുന്നുണ്ട്, സലാം പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. അത് ആവർത്തിച്ച് പറയാത്തത് കൊണ്ടാണ്. 3-ാമത്തെ ആകാശത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെല്ലും. ഫൈദാ അന ബി യൂസുഫ് നബിയെ കണ്ടു എന്നാണ്. യൂസുഫ് നബിയെ കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഷത്റുൽ ഹുസ്ൻ, ലോകത്തിന്റെ മുഴുവൻ ഭംഗിയുടെ പകുതി യൂസുഫ് നബിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത്. അത്രയും ഭംഗിയുണ്ടായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പെണ്ണ് വശീകരിച്ചപ്പോൾ കുലുങ്ങിയിട്ടില്ല. ഇന്ന് ലോകത്തിന്റെ പകുതി സൗന്ദര്യം വാരിത്തേക്കാണ് നമ്മൾ. എന്തിന്? ആളുകൾക്ക് നമ്മുടെ സൗന്ദര്യം പ്രൊജക്ട് ചെയ്യാൻ. ആളുകൾ വിളിച്ചു വരുത്താണ്, എന്നെ നോക്കൂ അല്ലെ. ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ ആളുകൾ, ഇന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്ക് ഏറ്റവും വൈറലാകാൻ അതാണ് നമ്മുടെ ചർച്ച. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വൈറലാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും സൗന്ദര്യമുള്ള യൂസുഫ് നബി ഇഫത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, നമ്മളും സൂക്ഷിക്കണം. എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് യൂസുഫ് നബി അവിടെ കണ്ടു? യൂസുഫ് നബിക്ക് പ്രയാസം നേരിടേണ്ടി വന്നത് സ്വന്തം ബ്ലഡ് ബ്രദേഴ്സ്, കൂടപ്പറപ്പുകളിൽ നിന്നാണ്. അനിയനും ഏട്ടനൊക്കെ കൂടിയിട്ടാണ് കാലും കൈയും പിടിച്ചിട്ട് കണക്കിലേക്ക് ഇട്ടത് എന്നതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ കുടുംബക്കാരിൽ നിന്ന് തന്നെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട്
ഒരു നാടിന്റെ ഭരണാധികാരി യൂസുഫ് അലൈഹിസ്സലാം ആയതുപോലെ മക്കയുടെ ഭരണാധികാരി പ്രവാചകനാകും എന്ന് മാത്രമല്ല, മക്ക വിജയം ഉണ്ടായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് അന അഖൂലു കമാ ഖാല യൂസുഫ്, യൂസുഫ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾക്ക് പ്രശ്നമൊന്നും നിങ്ങൾ പോയിക്കോ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പറയാം. യൂസുഫ് നബി തന്നെയാ പറഞ്ഞത്. എന്റെ അനിയൻ അല്ല, ഇന്ന് പാർട്ണർഷിപ്പ്, ഇന്ന് ഏട്ടനും അനിയനും ഒരുപാട് കച്ചവടം തുടങ്ങുന്നു, പാർട്ണർഷിപ്പ് തെറ്റുന്നു, അവരെ മക്കളെ തെറ്റുന്നു, അതിന്റെ മക്കളെ തെറ്റുന്നു, എന്തൊക്കെയാണ് പ്രശ്നം നമ്മൾ കാണുന്നത്. സഹോദരന്മാരെ ചെയ്തതിന് അങ്ങ് വിട്ടുകൊടുത്തു. ഇല്ലാത്ത തിരിപാലയ്ക്കും ഒരു പ്രശ്നമില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, നാളെ ദുനിയ ആഖിറത്ത് കാണാൻ അങ്ങനൊന്നും പറഞ്ഞില്ല, അള്ളാഹു പുറത്തു തരും. ഞാൻ ഇവിടുന്ന് പുറത്തു വന്നു, അള്ളാഹു പുറത്തു തരും. ഇതുപോലെ സഹോദരങ്ങൾ എന്ത് ചെയ്താലും നമ്മളങ്ങ് പുറത്തു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ആകാശത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് ഇദ്രീസ് നബിയെ. ഇദ്രീസ് നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വറഫഅനാഹു മക്കാനൻ അലിയ, ഇദ്രീസിനെ ഞാൻ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിയെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഖുർആൻ പറയുന്നത് വറഫഅനാ ലക ദിക്റക്, പ്രവാചകരെ അങ്ങയുടെ സ്മരണയെ ഞാൻ ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാത്ത സെക്കൻഡുകളുണ്ട് ഇവിടെ. പ്രവാചകനെ കുറിച്ചല്ല, പലപ്പോഴും അത്ഭുതമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വർണ്ണിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അതിരിക്കട്ടെ, പ്രവാചകൻ ധരിച്ച കാലിലെ ചെരുപ്പിനെ കുറിച്ച് പോലും വർണ്ണിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അതാണ് പ്രവാചകൻ എത്ര ഒട്ടമുണ്ടായിരുന്നു, പ്രവാചകന്റെ താടി രോമത്തിൽ എത്ര രോമം നരച്ചിരുന്നു. ഇതാണ് ചർച്ച എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അവദാനങ്ങൾ ഉയർത്തപ്പെടും. 5ാമത്തെ ആകാശത്തേക്ക് പോയപ്പോൾ ഹാറൂൻ നബിയെ കണ്ടു. ഹാറൂൻ നബിയെ കുറിച്ച് പറയുന്നുണ്ട്, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഹാറൂൻ നബിയെ. സത്യം പറഞ്ഞപ്പോൾ പിടിച്ചില്ല. അങ്ങനെയാണ്, നമ്മൾ തൗഹീദ് പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ആദർശങ്ങൾ കൃത്യമായി നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത അപ്പം വെറുപ്പാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമീനായിരുന്നല്ലോ 40 വർഷം. ഈ സത്യം അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് ആളുകൾക്ക് വെറുപ്പായി. പക്ഷെ പേടിക്കണ്ട, ഹാറൂൻ നബി അവര് പിന്നീട് എന്ത് ചെയ്തു, ബഹുമാനിച്ചിരുന്നു എന്നതുപോലെ സൂറത്ത് മറിയമിൽ നമ്മൾ കാണുന്നുണ്ട്, യാ ഉഖ്ത ഹാറൂൻ, അങ്ങനെയാണ് കാണുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം യഹൂദ ഹാറൂനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അതുപോലെ താങ്കളെയും ഓർക്കും. ഈ പറഞ്ഞ ഓർഡറിൽ ഒരു അത്ഭുതം എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ പറയുന്നുണ്ട് 7ാം ആകാശം മുതൽ പിന്നെ ഇവിടുന്ന് കണ്ട ഒരു അതേ ഓർഡറിൽ സൂറത്തുൽ മറിയമിൽ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം വദ്കുർ ഫിൽ കിതാബി മൂസ വദ്കുർ ഫിൽ കിതാബി അഖാഹു ഹാറൂൻ. 7ാം ആകാശത്ത് കാണുന്നത് ഇബ്രാഹിം നബിയാണ്, 6ാം ആകാശത്ത് കാണുന്നത് മൂസാ നബിയാണ്, 5ൽ കാണുന്നത് ഹാറൂൻ നബി. ഈ തർത്തീബ് സൂറത്തുൽ മറിയമിൽ യാദർശികമാണെന്ന് പറയാൻ കഴിയില്ല, ആ തർത്തീബ് നമ്മൾ കാണുന്നുണ്ട്. 6ാമത്തെ ആകാശത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ കണ്ടത് മൂസാ നബിയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പറയുമായിരുന്നു. എന്താ പറയാറുണ്ടായിരുന്നത്? ഞാൻ വല്ലാതെ പ്രയാസം അനുഭവിച്ചെങ്കിലും ലഖദ് ഊദിയ മൂസ മിൻ ഖബ്ൽ, എനിക്ക് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അക്സർ, എന്നെക്കാൾ കൂടുതൽ ദ്രോഹം അനുഭവിച്ചിട്ടുണ്ട്. ഫസബറ, എന്നിട്ട് മൂസാ നബി ക്ഷമിച്ചല്ലോ, അതുകൊണ്ട് മൂസാ നബിയുടെ അത്ര പ്രയാസമൊന്നും ഇരിക്കില്ല, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം എന്ന് പറയണം. നമ്മൾ ആലോചിച്ചു, നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് നോക്കേണ്ടത്. നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവും. നമുക്ക് ചെറിയ എന്തെങ്കിലും പ്രയാസമായിട്ട് കുട്ടിയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ചില ആളുകളെ നമ്മൾ ICUയിൽ ഒരു ദിവസം 25,000 ബില്ല്. നമ്മൾ കണ്ണൂർ ഹോസ്പിറ്റലിലൊക്കെ പോയാലാണ് ആ ബില്ലിന്റെ വലിപ്പം കാണും. ഒരു ദിവസം 25,000 രൂപയാണ് ICUയിലെ ബില്ല്. അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഒരു രോഗമല്ലേ ഉള്ളൂ, ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, സമാധാനമാണ്. ഹംദ് പറഞ്ഞ് നമ്മൾ തിരിച്ചു വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രയാസം അനുഭവിക്കുമ്പോൾ മൂസാ നബി എത്രയാ അവർ പ്രയാസപ്പെടുത്തിയത്, ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞു. മന്നു സലവയെ ചോദിച്ചപ്പോൾ ഇറക്കി കൊടുത്തു, അതുപോലെ ഇനിയും മാറ്റിത്തരണം എന്ന് പറഞ്ഞു. എത്രയാ പ്രയാസപ്പെടുത്തിയത്. പ്രയാസം അനുഭവിക്കുമ്പോൾ എന്നേക്കാൾ പ്രയാസമുള്ള ഒരുവനിലേക്ക് നോക്കുക എന്നൊരു പാഠമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7ാം ആകാശത്ത് വെച്ചിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നത്. ഇബ്രാഹിം നബി ബൈത്തുൽ മഅമൂറിൽ ചാരിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഭൂലോകത്ത് കഅബയുടെ അതേ സ്ഥാനത്ത് ആകാശ ലോകത്തുള്ള മന്ദിരമാണ് ബൈത്തുൽ മഅമൂർ. അവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് കഅബയുണ്ടാക്കാൻ അധ്വാനിച്ചു, ഹജ്ജും മറ്റു കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചു. അതേ പ്രതിഫലം അള്ളാഹു അവിടെ കൊടുക്കുകയാണ്. ആകാശ ലോകത്തുണ്ട് ഇതേപോലുള്ള ഒരു ഭവനം, ആ ഭവനത്തിലേക്ക് ചാരിയിരിക്കാം. ഇതാണ് നമ്മൾ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറയും. എന്താണോ ചെയ്തത് തതുല്യമായ പ്രതിഫലം എന്നാണ് പറയാം. അതുകൊണ്ടാണ് നമ്മൾ പറയാം, ഈ ലോകത്ത് ആരെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കിയാൽ നാളെ സ്വർഗത്തിൽ ഒരു വീടുണ്ട്. തിരിച്ചു അങ്ങനെയാണ്, ആരെങ്കിലും ഇവിടെ ആത്മഹത്യ ചെയ്താൽ അതേപോലെ നാളെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ എന്താണോ ചെയ്യുന്നത് അത് തന്നെ തിരിച്ചിട്ടും, ദുനിയാവിലോ തിരിച്ചിട്ടും നാളെ ആഖിറത്തിലും തിരിച്ചിട്ടും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. സ്വർഗത്തിൽ പല കാഴ്ചകളും കാണുന്നുണ്ട്. എല്ലാം കണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പരന്നതിന് ശേഷമാണ് പറഞ്ഞത്, ഇന്നല്ലാഹ ഖദ് അഅദ്ദ ലിഇബാദിഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്ത്? മാല ഐനു റഅത് വലാ ഉദുനു സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരു കാതും ഒരു കണ്ണും ഒരു ഹൃദയവും പരിചയിച്ചിട്ടില്ലാത്ത ഒന്ന് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലൊച്ച കേൾക്കുന്നുണ്ട്. ഈ കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. തിരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഖദ് അഫ്ലഹ ബിലാൽ ജയിച്ചു എന്ന് പറയുന്നുണ്ട്. ബിലാൽ ഓടി വന്നിട്ട് കാര്യം അന്വേഷിക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ബിലാലെ, താങ്കളുടെ ശബ്ദം സ്വർഗ്ഗത്തിൽ ഞാൻ കേൾക്കാൻ മാത്രം താങ്കൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ പോസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ചോദിക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? അന്ന് ഒരു സോഷ്യൽ സ്റ്റാറ്റസും ഇല്ലാത്ത കറുത്തവനായ അടിമയായ ബിലാലിനോടാണ്. ബിലാലെ, നീ എന്താ ചെയ്തത് സ്വർഗത്തിലേക്ക് പോകാൻ? അതെനിക്ക് പറഞ്ഞു തരൂ എന്നായി ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു അധ്യാപകൻ ചിലപ്പോൾ എന്നെക്കാൾ നല്ല ക്വാളിറ്റി സ്റ്റുഡൻസിന് ഉണ്ടാവും, അറിവുണ്ടാവും, അതെന്താണ് എന്ന് അറിയാൻ അവൻ ശ്രമിക്കണം എന്നാണ്. ഇതാരാ പറയുന്നത്? ഏതെങ്കിലും BEdോ MEdോ കഴിഞ്ഞ പണ്ഡിതന്മാരെ കുറിച്ചല്ല ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുന്നത്. എത്ര വലിയ ടീച്ചർ ആണെങ്കിലും സ്റ്റുഡന്റിന് ഗുണമുണ്ടോ അപ്രീഷിയേറ്റ് ചെയ്യണം, അവരിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാണ്ടെങ്കിൽ സ്വീകരിക്കണം. നല്ല മനുഷ്യരുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംരംഭം വിജയിച്ച ആളുകളുടെ സക്സസ് സ്റ്റോറീസ് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കാണും. എന്തെങ്കിലും നല്ല അമലുകൾ ചെയ്യുന്നവർ, നല്ല ദീനിയായ കുടുംബത്തിൽ ജീവിക്കുന്നവർ, അവരോടൊക്കെ ചോദിക്കണം, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ എത്തിപ്പെട്ടു, എങ്ങനെയാണ് ഈ ദീനിയായ കർമ്മങ്ങൾ ചെയ്യുന്നത്? നമ്മളത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ ജിബ്രീൽ അവിടെ നിന്നു എന്നാണ്. ജിബ്രീൽ അവിടെ നിന്നു, ഇനി എനിക്ക് പോകാൻ കഴിയില്ല അങ്ങോട്ടേക്ക്. പ്രവാചകരെ, അങ്ങ് മാത്രം പോവാന്ന്, അങ്ങ് മാത്രം പോവാ. നമ്മൾ ആലോചിച്ച്, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ജിബ്രീൽ നിൽക്കേണ്ട വന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പോകണം. അതിനെക്കുറിച്ചൊക്കെ എത്രയാണ് കവിതകൾ എഴുതപ്പെട്ടത്. തഖദ്ദം യാ ഹബീബി, തഖദ്ദം യാ ഹബീബി, ഹബീബെ താങ്കൾ മുന്നോട്ടേക്ക് പോകും, എനിക്ക് പോകാൻ കഴിയില്ല. തുനാജി റബ്ബക്കൽ ഖയ്യൂമ, ഖയ്യൂമായ അല്ലാഹുവിനോട് മുനാജാത്ത് ചെയ്യാൻ താങ്കൾ അങ്ങോട്ട് പോകുന്ന പറഞ്ഞു. ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് എത്തിയ പ്രവാചകൻ. എന്നിട്ട് ഖുർആൻ എന്താ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ കുറിച്ച് പറഞ്ഞേ? അസ്റാ ബി അബ്ദിഹി സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി. ഒരു അബ്ദ് മാത്രം. പ്രവാചകൻ എങ്ങനെയാ പറഞ്ഞു? അല്ലാഹുവേ, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ, മിസ്കീനായി മരിപ്പിക്കണേ, മിസ്കീന്മാരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണേ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ എത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും ആ ഒരു താഴ്മ, ആ ഒരു വിനയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കണ്ടുപഠിക്കണം. അള്ളാന്റെ അടുക്കലെത്തി, ഇനി വേറെ ആർക്കും എത്താനില്ലല്ലോ. ജിബ്രീൽ അവിടെ നിൽക്കണം. അങ്ങനെയാണ് നമ്മുടെ വേക്കിൽ ആരെങ്കിലും നിന്നാൽ അവനേക്കാൾ പവർ കാണിക്കാൻ നമ്മൾ ശ്രമിക്കാം. എന്നിട്ടും അബദായി ജീവിച്ചു, അബദായി മരണപ്പെട്ടു, അബദായി ഉയർത്തെഴുന്നേൽക്കാൻ ആഗ്രഹിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. നമുക്കൊരു അഹങ്കാരമില്ല, നമുക്ക് ഒരു പൊങ്ങച്ചുമില്ല, നമ്മൾ അങ്ങ് ജീവിക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ. അത് തന്നെ പോലെ എന്ന് പറയുന്നത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബുമായി സംസാരിച്ചിട്ട് നമസ്കാരം വാങ്ങിച്ചു വരുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, 50 വക്ത് താങ്കളുടെ സമൂഹത്തിന് കഴിയില്ല. കാരണം എന്താ? താങ്കളെ പോലെ സമൂഹത്തെ കൈകാര്യം ചെയ്ത് വന്നവനാണ് ഞാൻ. ഇത് ചോദിച്ചിട്ടല്ല പറയുന്നത്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറയാണ്, ചില ആളുകൾ ഇങ്ങോട്ട് അഡ്വൈസ് ചോദിച്ചിട്ടില്ലെങ്കിലും അവരെ കണ്ടിട്ട് അങ്ങോട്ട് അഡ്വൈസ് കൊടുക്കണം. എന്താ തെളിവ്? ഇതാണ് തെളിവ്. മൂസാ നബിയോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചോദിച്ചിട്ടല്ല, പറഞ്ഞു കൊടുക്കാൻ. താങ്കളുടെ അതേ കൗമിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ വർഷങ്ങൾ ഇങ്ങനെ ഞാൻ അവരുമായിട്ട് കഴിഞ്ഞു കൂടിയതാണ്. ഒരിക്കലും നടക്കൂല 50 വക്ത്. പോയി എന്ത് ചെയ്യുക? അള്ളാഹിനോട് പറയുക, ചോദിച്ചിട്ട് തിരിച്ചു വരും. പലതവണ പോയി എന്നാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. പലതവണ പോയി. അങ്ങനെ പലതവണ പോയാലും നിരാശപ്പെടരുത്. അള്ളാഹുവിന്റെ അടുക്കൽ എത്ര തവണ വേണമെങ്കിൽ നമുക്ക് പോവാം. ഇതാ പഠിപ്പിച്ചത്. എത്ര തവണ വേണമെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ പോവാം. 2 പ്രാവശ്യം അള്ളാഹുവിന്റെ അടുക്കൽ പോയി, നിരാശയായി. ഏതെങ്കിലും മക്കാമിലേക്ക് പോകരുത് പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കണം. ഏതെങ്കിലും വലിയ അടുത്തേക്ക് പോകരുത് പ്രിയമുള്ളവരെ. എത്ര തവണ വേണമെങ്കിലും നമ്മുടെ റബ്ബിന്റെ അടുക്കലേക്ക് പോകാം. പോയതാരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ പോകണം. ഇനിയും റബ്ബിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കണം. തുറക്കും, ഇന്നല്ലെങ്കിൽ നാളെ. തുറന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്വർഗ്ഗം അങ്ങ് തുറന്നരും എന്ന് നമ്മൾ വിചാരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരവും വാങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുമ്പോൾ എന്തേ പ്രവാചകൻ പോയിട്ട് വാങ്ങിച്ചത് നമസ്കാരമാണ്. ഏത് സമയത്താ പോയത്? പ്രയാസമുള്ള സമയത്താണ്. പ്രയാസമുണ്ടോ ജീവിതത്തിൽ? അള്ളാന്റെ മുമ്പിൽ നിൽക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക, നമ്മുടെ വിഷമങ്ങൾ നിങ്ങൾ പറയാം, അതങ്ങ് തീരും എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് നാട്ടിലേക്ക് എത്തിയല്ലോ. തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഞാൻ ഒരു ദിവസം കൊണ്ട് 7ാം ആകാശം വരെ പോയി, ബൈത്തുൽ മഖ്ദിസ് വരെ പോയി നാട്ടുകാരോട് പറഞ്ഞു. ഏതെങ്കിലും നാട്ടുകാർ വിശ്വസിക്കുമോ? ഇപ്പൊ ഞാൻ ആളുകളോട് പറയണ്ടേ? ആ സമയത്താണ് അബൂജഹൽ ആ സമയത്ത് വന്നിട്ട് പ്രവാചകനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുക, ഇന്നെന്തെങ്കിലും വാർത്തയുണ്ടോ? പുതിയ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമാണ്. ഇത് പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യും? പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയിട്ട് നീ ഇന്ന് രാവിലെ തിരിച്ചു വന്നോ? അതെ, തിരിച്ചു വന്നു. അബൂജഹലിന് ഭയങ്കര സന്തോഷമായി. അബൂജഹൽ പറഞ്ഞു, നീ ഇവിടേക്ക് ഞാൻ കുറച്ച് ആളുകളെ വിളിച്ചിട്ട് വരാം. വിളിച്ചിട്ട് വന്നാൽ ഇത് തന്നെ പറയണം. ആര് ദഅവത്തിന് പോകുന്ന ആരാണ്? അബൂജഹലാണോ? ആലോചിക്കാം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞാൻ കുറച്ച് ആളുകളെ വിളിച്ചിട്ട് വരും, ഇത് തന്നെ പറയണം. കാരണം അബൂജഹലിനെ അറിയാം, ഒരാൾ വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിച്ച ആളുകളും ചിലപ്പോൾ മുർത്തദായി പോകും. അതാണ് ഈ കഥ. നമ്മൾ ആലോചിച്ചു. എന്നിട്ടും
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ മടിയില്ല. ഒരു സത്യം മറച്ചു വെക്കുമായിരുന്നെങ്കിൽ ഇത് മറച്ചു വെക്കണമായിരുന്നു. അതുപോലും മറച്ചു വെച്ചില്ല. ആളുകൾ ഭ്രാന്തെന്ന് പറയൂലേ, എന്താ സംശയം? എന്നിട്ട് മറച്ചു വെച്ചോ? ചില സത്യം അങ്ങനെയാണ്. ഇന്നത്തെ യുക്തിവാദികൾ, ലിബറലുകൾ പഴഞ്ചനാണെന്ന് പറഞ്ഞോട്ടെ, പ്രവാചകന് മടിയില്ല പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങനെ പറയാം. ആളുകളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആളുകളോട് ചോദിച്ചപ്പോൾ ആളുകളൊക്കെ ചിരിക്കാൻ തുടങ്ങി. എങ്കിൽ നീ പറയാം ബൈത്തുൽ മഖ്ദിസ് അങ്ങനെയാണ്, അത് വിവരിച്ചു തരണം. മുത്തൈമിൻ ജുബൈർ പറഞ്ഞു ഞാൻ പോയിട്ടുണ്ട്, താങ്കൾ പറയും എങ്ങനെയാ ബൈത്തുൽ മഖ്ദിസ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലത് പറഞ്ഞപ്പോൾ ചിലത് ഓർമ്മ ഉണ്ടാവില്ലല്ലോ, ഇത് പറയാനല്ലല്ലോ പോയത്. ഹദീസിൽ കാണാം, പ്രവാചകന് മുന്നിൽ ബൈത്തുൽ മഖ്ദിസ് പ്രദർശിക്കപ്പെട്ടു, പ്രവാചകൻ അത് നോക്കിക്കൊണ്ട് കൃത്യമായി പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് അവർ സ്റ്റക്കായി. ഇനിയിപ്പോ എന്താ പറയാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യം പറഞ്ഞു കൊടുത്തു. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് മക്കയിലേക്ക് എത്താൻ പോകുന്ന ഒരു യാത്രാ സംഘത്തെ കണ്ടിരുന്നു. അതിൽ അവരുടെ യാത്രാ സംഘത്തിൽ ഒരു ഒട്ടകം വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഇറങ്ങി, അവര് വെള്ളം ശേഖരിച്ച് ഒരു കുടത്തിന്റെ മൂടി മാറ്റിയിട്ട് വെള്ളം കുടിച്ചു. അവരുടെ 2 ഒട്ടകത്തിന്റെ കളർ ഇന്നതൊക്കെയാണ് കൃത്യമായി പറഞ്ഞു കൊടുത്തു. അവർ ഏതാണ്ട് എത്താനായിട്ടുണ്ട്, അവരോട് ചോദിച്ചോളൂ. അവരെത്താനായിട്ടുണ്ട്. അവരെത്തിയപ്പം ചോദിച്ചു, അല്ല അവർ വന്നപ്പോൾ തന്നെ ആ 2 ഒട്ടകത്തെ ഇവർ കണ്ടു. കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളത്തിൽ ഒട്ടകങ്ങൾ. അവര് ആ കുടത്തെക്കുറിച്ച് ചോദിച്ചു, വെള്ളം നിറച്ച കുടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ഇന്നലെ ഫുള്ള് വെള്ളം നിറച്ച് വെച്ചാണ്, പക്ഷെ രാവിലെ നോക്കുമ്പോൾ അത് അടച്ചിട്ടുണ്ട്, പക്ഷെ വെള്ളം കാണുന്നില്ല. എന്നിട്ട് അവർ ചോദിച്ചു, നിങ്ങളുടെ ഏതെങ്കിലും ഒട്ടകം വഴി തെറ്റി പോയിട്ടുണ്ടോ? ഉണ്ട്. ഇതും കൂടെ പറഞ്ഞപ്പോൾ പറയാൻ മറുപടിയില്ല. പിന്നെ മറുപടി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഇന്നത്തെ എല്ലാ ആളുകളും ചെയ്യുന്ന പോലെ സാഹിറാണ്, ഖാദിമാണ്, എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ഇസ്രാവുമായി ബന്ധപ്പെട്ട സംഭവം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടും സത്യം പറഞ്ഞു, അത് സ്വീകരിക്കാൻ സിദ്ദീഖിനെ പോലെ. അതുകൊണ്ടാണ് അബൂബക്കറിന് അന്ന് കിട്ടിയ പേരാണ് സിദ്ദീഖ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും വിശ്വസിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വഹയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. അതാണ് ഈമാൻ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹു കൂടുതൽ ഈമാൻ കിട്ടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, ഈ വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർക്കാൻ, ആ ഖുർആൻ പറഞ്ഞ നമസ്കാരത്തെ കൃത്യമായി അനുഷ്ഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. وقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഷഅബാൻ മാസത്തിലാണ് നമ്മൾ എല്ലാവരും നിലകൊള്ളുന്നത്. റമദാനിലേക്ക് കൃത്യമായി ഒരു മാസം പോലും അകലെയല്ല. നമ്മൾ നന്നായി ഒരുങ്ങേണ്ടുന്ന ഒരു മാസമാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഷഅബാനിലേക്ക് പ്രാക്ടീസ്, റമദാനിലേക്ക് ഗെയിം. ഷഅബാൻ പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ്. റമദാനിൽ പ്രാക്ടീസ് ഒന്നുമില്ല, അത് ഗെയിമാണ്. റമദാനിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ സമയം നഷ്ടപ്പെട്ടുപോയി, പ്രതിഫലം നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ടാണ് ചില കളിയെക്കുറിച്ച് നമ്മൾ പറയും, നിങ്ങളുടെ പ്രാക്ടീസിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ അത് കാണും കളി സമയത്ത് എന്ന് പറഞ്ഞ പോലെ. റമദാനിൽ ആരെങ്കിലും ഷഅബാനിൽ ആരെങ്കിലും സജീവമാവാൻ മറന്നുപോയാൽ റമദാനിൽ അത് കാണും എന്ന് മാത്രമല്ല, ഷഅബാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നത്, റജബിന്റെയും റമദാന്റെയും ഇടയിൽ ആളുകൾ അവഗണിക്കുന്ന, മറന്നുപോകുന്ന മാസമാണ് ഷഅബാൻ. ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നുണ്ടോ, അള്ളാഹുലേക്ക് അടുക്കുന്നുണ്ടോ എങ്കിൽ അത് നിങ്ങളുടെ ഇഖ്ലാസാണ്. അങ്ങനെയാണല്ലോ, ആളുകളൊന്നും അള്ളാഹുവിനെ ശ്രദ്ധിക്കാതെ ഓർക്കാത്ത സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ. അതുകൊണ്ടാണ് രാത്രി നമസ്കാരത്തെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുകയാണ്, പക്ഷെ നീ മാത്രം എണീച്ചിട്ടുണ്ട്. വന്നാസു നിയാം, എല്ലാവരും ഉറങ്ങണം, ആർക്കും ഓർമ്മയൊന്നുമില്ല. നീ എണീറ്റ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിന്നെ സ്വീകരിക്കും എന്ന് പറഞ്ഞ പോലെ റമദാൻ അരികിലാണ്, ഷഅബാൻ ഉണ്ട്. നമുക്കൊന്ന് കാര്യമായി അധ്വാനിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പ് നോറ്റിരുന്നു. പറഞ്ഞത്, എന്റെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്, ഇന്നേ നമുക്ക് അമലുകൾ അയക്കാനുണ്ട്, അതിനേക്കാൾ അമലുകൾ റമദാനിൽ ചെയ്യാനുണ്ട്. അള്ളാഹു റമദാനിലേക്ക് എത്തിക്കുകയും അതിന്റെ എല്ലാ പവിത്രതയും പ്രതിഫലവും നേടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ രോഗങ്ങൾ കൊണ്ട്, കടകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും ദുരിതങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ, അവരുടെ പരലോക ജീവിതം അള്ളാഹു എളുപ്പമാക്കട്ടെ.
നമ്മുടെ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ അവർ കാലങ്ങളായി പ്രയാസം അനുഭവിക്കുന്നു. അള്ളാഹു അവർക്ക് ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമയത്തിൽ എല്ലാവിധ ഖൈർ ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅഇദുകും ലഅല്ലകും തദക്കറൂൻ. വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹു യഅലമു മാ തസ്നഊൻ.